സമപ്രായക്കാരാണ് എന്നെ പിരിഞ്ഞ് താമസിക്കുന്നത്. വിഷമിക്കണ്ട, സമപ്രായക്കാരെ കൂടെ കളിച്ചും ചിരിച്ചു കൂടുമ്പോ മുത്തച്ഛനെ പിരിയുന്ന വിഷമം അറിയില്ല അല്ലേ? ഇവിടെ ഒപ്പിട്ടേക്ക്. താങ്ക് യു വെരി മച്ച്. അപ്പോ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. അപ്പോ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. വക്കീലേ. ഓ ആ വയസ്സായ സ്ത്രീ ഏതാണ്? ഈ ഹോസ്റ്റൽ ആരംഭിച്ച കാലം തൊട്ടേ അവരിവിടെ താമസിക്കുന്ന സ്ത്രീയാണ്. പേര് അന്നമ്മ. അവർക്ക് ആരുമില്ല. ഇവിടുത്തെ എല്ലാ കുട്ടികളെയും സ്വന്തം മക്കളെ പോലെയാണ് സ്നേഹിക്കുന്നത്. ഓഹോ, എല്ലാവർക്കും അവരോട് ഇഷ്ടമാണ്. അപ്പോഴേ എടാ മോനെ, ഞങ്ങൾ ഇറങ്ങട്ടെ. മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാം. മിടുക്കനാകണം. മുത്തശ്ശനെ വാട്ടുന്ന പോലെ ഇവിടെ ആരെയും വാട്ടിക്കളയരുത്. വക്കീലേ, നമുക്ക് ഇറങ്ങിക്കളയാം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. രവി വന്നാൽ എല്ലാ വിവരങ്ങളും പറയണം. ഇത് എന്റെ കസിൻ ഡൽഹിയാണ്. സിംഗപ്പൂരിൽ നിന്ന് വന്നതാണ്. ഡൽഹി, ഇത് സെലീന, സ്പെൻസറിലെ സേഫ് ഗേളാണ്. ഹലോ, ഇത് ജയ, ഇന്ന് വന്നേ ഉള്ളൂ, ഡാൻസ് ടീച്ചറാണ്. നമസ്കാരം. ഇത് പുഷ്പ, ഇന്ത്യൻ ഓയിലെ ടൈപ്പിസ്റ്റാണ്. ഇത് റീത്ത, വിക്ടോറിയ ട്യൂട്ടോറിയൽ കോളേജിൽ BSc പഠിച്ചു. 5ാമത്തെ അധ്യായം. മാർച്ച്, സെപ്റ്റംബർ, മാർച്ച്. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. എന്ത് പറയുന്നു സിംഗപ്പൂർ ബ്യൂട്ടി? എന്റെ പേര് ലല്ലി എന്നാണ്. സിംഗപ്പൂർ ബ്യൂട്ടി എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സിംഗപ്പൂർ ബ്യൂട്ടി എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടമെങ്കിലോ? ഞാൻ കൂടെ ഇഷ്ടപ്പെടുന്നുവല്ലോ. എരിവ് സ്വല്പം കൂടുതലാണല്ലോ. സ്വല്പം കൂടും. ഓഹോ, നമുക്ക് റൂമിലേക്ക് പോവാം. ഓൾറൈറ്റ്, ഇപ്പൊ നിങ്ങൾ റൂമിലേക്ക് പോകൂ. നമുക്ക് പിന്നീട് കാണാം. ഓഹോ, എപ്പോ വേണമെങ്കിലും കാണാം. ആരാ അവിടെ ബഹളം ഉണ്ടാക്കിയത്? ബഹളം ഉണ്ടാക്കിയോ? ആര്? എപ്പോഴും? ഞങ്ങൾ പഠിക്കായിരുന്നു മാഡം, ഞങ്ങൾ അറിഞ്ഞില്ല. എന്തോ? എന്താ? വാദം ചുവട്ടിലേക്ക് വിളിക്കുന്നു. എന്തിനാ? അറിയില്ല. അടുത്തത് ലല്ലി, ഈ റൂം. ലല്ലി, ലല്ലി, വാതിൽ തുറക്കൂ. ഞങ്ങളാണ് റീറ്റയും പുഷ്പയും. എന്ത് വേണം? വാർഡൻ ചുവട്ടിലേക്ക് വിളിക്കുന്നു. എന്തിനാ? ഞങ്ങൾക്കറിയില്ല. ഇതാ വരുന്നു. എല്ലാരും ലൈനായി നിൽക്കണം. ഇങ്ങോട്ട് മാറി നിൽക്കൂ. വാർഡൻ എവിടെ? എല്ലാം പിന്നെ പറയാം, വന്ന് നിൽക്കൂ. രമേ, എല്ലാവരും റെഡിയല്ലേ? എല്ലാരും റെഡി. കമാൺ. നിന്റെ പേരെന്താ? സന്താനവല്ലി. 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 ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി എന്തറിയാം? ഒന്നും അറിഞ്ഞൂടാ. എന്നാ വേഗം പഠിച്ചോണം. പേര് കുറച്ച് അബദ്ധമുള്ള പേരാണ്. സന്താനവല്ലി. ഡസൻ കണക്കിന് കുട്ടികളുണ്ടാവും അർത്ഥം. വാർഡൻ ഇവിടെ സുഖമായി ഉറങ്ങുന്നു. വാർഡൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നത്? വാർഡനല്ല വിളിച്ചത്, ഞങ്ങളാ. റാഗിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കാണിച്ചു തരാം. ആദ്യം ഇവളാകട്ടെ. വരൂ. ഇവിടെ നിൽക്കൂ. തൂക്കം എത്രയാ? 40 കിലോ. 40 കിലോ? കുറഞ്ഞത് 1.5 ടൺ കാണും. പേരെന്താ? എടി അഴകി. നാട്ടിൻ தெரியுமா? നാട്ടിയമ്മ. தெரியாதே? தெரியாதே? പണി പാറേ. ഈ വേഷത്തിൽ ചെയ്ത തമാശയില്ല. നമുക്കൊന്ന് കാണാം. ബർത്ത്ഡേ ഷൂട്ട് ചെയ്യട്ടെ, നല്ല രസമുണ്ടാവും. അതെല്ലാം ഒടുവിൽ. കമാൻ ഡാൻസ്.
என்னால ஆட முடியாது. முடியாது? கொத்துவேன். முடியாது சொன்னால் என்ன செய்வேன் தெரியுமா? என்ன? உடம்புல துணி இருக்காது. அப்படியே முழுச ஓட வச்சு வேடிக்கை பார்ப்போம். கமாண்டா. நடனம் ஆடினார் வெகு நாகரிகமாகவே கனக சபையில் ஆனந்தம். இது ரொம்ப கஷ்டம் இல்ல? சரி, இனி யோகம் சொன்னாரு പാട്ടെ പാവം അത് കിതയ്ക്കുന്നു. നല്ല കുട്ടി. ശരി, നീ പോയിക്കോ. പേരെന്താ? ജയഭാരതി. പാടാൻ അറിയാമോ? അറിയില്ല. ഒട്ടും അറിയില്ലേ? ഇല്ല. എങ്കിലും ഒരു പാട്ട് പാടണം. എനിക്ക് വയ്യ. പാടിക്കാൻ പറ്റുമോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. രമേ, കുട്ടികളും പേപ്പർ പടിയും കൊണ്ടുവാ. പാവം റീത്ത, വേണ്ട. ഈ ഫൂൾ പാട്. എനിക്ക് വയ്യ. വയ്യേ? പാട്. അഞ്ജന കണ്ണനൂതി ആലിലത്താല് ചാർത്തി ഗസ്റ്റാണേ പോലും ഇത്ര മനോഹരമായി പാടുകയില്ല. മിസ് പട്ടിക്കാട്. ഈ കാണുന്നതെല്ലാം സ്വന്തമാണോ? സാരിയും ബ്ലൗസും എല്ലാം സ്വന്തമാണോ എന്ന് പരിശോധിച്ചു കളയാം. ഓൾറൈറ്റ്, അയക്ക്. എന്ത് ബ്ലൗസ്? അരിച്ചറിയിട്ടെ, തമാശക്കൊരു അതിര് വേണം. യു ഷട്ട് അപ്പ്. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ പോയി കിടന്നുറങ്ങ്. കമോൺ, എനിക്ക് വയ്യ. നിനക്ക് വയ്യേ? ആഹാ, എന്താ അരിച്ചറിയിട്ട? അയ്യോ, നീ അഴിക്കേ. അമ്മേ, അയ്യോ, വേണ്ട, അവളെ വിടൂ. അയ്യോ, എന്നിട്ടാ അമ്മേ, അവളെ വിടൂ. നിന്നെ വിടാനോ? അയ്യോ, നിർത്താനാണ് പറഞ്ഞത്. ഇതാര്? സിംഗപ്പൂർ സുന്ദരിയോ? കാലെടുത്ത് വെച്ചപ്പോഴേക്കും വലിയ ആളാണെന്ന് വിചാരിച്ചോ? റാഗിംഗ് എന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസവും കാണിക്കാമെന്ന് നിങ്ങളും വിചാരിച്ചോ? ഇഷ്ടമുള്ളത് കാണിക്കും. നീ എന്താ ചെയ്യും? അവളെ തൊട്ടുപോയത് തൊടാൻ സാധിക്കില്ല. രമണിയുടെ റൂമിൽ പോ. അനങ്ങി പോകരുത്. ഇവരെന്ത് ചെയ്യുമെന്ന് ഞാനും നോക്കട്ടെ. വേണ്ട വീട്ടെ, വേണ്ട. ലല്ലി, ബഹളം ഉണ്ടാക്കരുത്. ശ്രമം ഉണ്ടായിരിക്കും. അവൾ വൃത്തിയോടെ ആരംഭിക്കട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. ഓഹോ, എന്നാൽ അതൊന്ന് കാണണം. എങ്കിൽ നിന്നെ തന്നെ ആദ്യം. No, no. I'm sorry. Hi man, it was a damn good fight. ലല്ലി ഇത്ര നന്നായി ഫൈറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. വീട്ടയും ഒട്ടും മോശമല്ല. Is it? ഹായ്, ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആണ്. നോ ഫൈറ്റ്. ഓക്കെ, നോ ഫൈറ്റ്. വി ആർ ഫ്രണ്ട്സ്. ഇനി തൊട്ട് ഈ ഹോസ്റ്റലിൽ റാഗിംഗ് പാടില്ല. സ്നേഹപൂർവ്വം പഴയവർ പുതിയതായി വരുന്നവരെ സ്നേഹിക്കണം. എന്താണ് ഇവിടെ ബഹളം? സെലിബ്രേഷൻ സമയപ്പെടാതെ എടോ മാളുട്ടി, തൃശ്ശൂര് പൂരല്ലടോ ഈ കഴിഞ്ഞത്. താൻ വല്ലതും കണ്ടടോ? പത്തായും കിടന്ന് ഉറങ്ങണ പോലെ കുന്തം കിടന്ന് ഉറങ്ങായിരുന്നു. എന്താ ഉണ്ടായത്? നമ്മുടെ റൗഡി റീത്തി ഉണ്ടല്ലോ,
റാഗിങ് ആണെന്നും പറഞ്ഞ് സിംഗപ്പൂർ കുട്ടീനെ ഒരു പിടിയാ പിടിച്ചു. എന്നിട്ട് സിംഗപ്പൂർ ഒരു കലക്കി റാവുകുട്ടിയെ പിടിച്ച് 4 കൊടയിലങ്ങടാ കുടഞ്ഞു. പഴച്ചക്ക വീണ പോലെ റാവുടിയാ തറയില്. കാണണ്ട കാഴ്ചയായിരുന്നു. ആ കിഴവൻ നമ്മളെല്ലാം പറ്റിച്ചിട്ട് കടന്നു. എന്താ അങ്ങനെ വിടാൻ പറ്റില്ല. ഞാൻ നാളെ തന്നെ മദ്രാസിലേക്ക് പുറപ്പെടുകയാണ്. ആ അതെ, അതാണ് നല്ലത്. ഒന്നുകിൽ ലല്ലി നിന്റെ ഭാര്യ, അല്ലെങ്കിൽ എന്താ എന്താ എനിക്ക് മനസ്സിലായില്ല. Yes, Sergeant here. ഞാനാണ് സംസാരിക്കുന്നത്. ഞാൻ ഞാൻ കുട്ടൻപിള്ള. ഏത് കുട്ടൻപിള്ള? അന്ന് എറണാകുളത്ത് വെച്ച് ഇന്റർവ്യൂ നടത്തില്ലേ, അതേ പിള്ള. എന്ത് വേണം? മിസ്റ്റർ രാജൻ, ഐ ആം എ പിള്ളൈ, യു ആർ എ പിള്ളൈ. പിന്നെ രാജനെ എനിക്കൊന്ന് കാണണം. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ആ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഏത് വേക്കൻസി? എന്റെ പേരുമായുള്ള കാര്യം. ഹലോ 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 വക്കീലെ, വെച്ച് കളഞ്ഞല്ലോ. ഇനി എന്താ മാർഗം? നമുക്ക് ആലോചിക്കാം. ഹലോ, വരണം 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 വരണം, ഇരിക്കണം. ഞാൻ പറഞ്ഞിരുന്നില്ലേ, എന്റെ പെങ്ങളുടെ മകൻ രവി എഞ്ചിനീയറാണ്. ഇത് മിസ്റ്റർ കുട്ടൻപിള്ള. എന്തിനാ ഞങ്ങളോട് അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? ലല്ലിയുടെ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ്. ലല്ലിയുടെ സ്വഭാവം രമയ്ക്ക് ശരിക്കും അറിയാമല്ലോ. ലല്ലിയെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്ന കാര്യം രമ എടുക്കണം. രമയും കൂട്ടുകാരും വിചാരിച്ചാൽ ലല്ലിയുടെ മനസ്സ് മാറ്റാൻ സാധിക്കും. ഓ, ഇതാണോ കാര്യം? എന്നാലാവുന്നൊക്കെ ഞാൻ ചെയ്യാം. അടുത്തതാണ് ഏറ്റവും വിഷമം പിടിച്ച പ്രശ്നം. ഞങ്ങൾ നല്ല ഒന്നാം തരം ഒരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട്. ആള് മദ്രാസിൽ തന്നെയുണ്ട്. അതിലുകൊണ്ടൊരു കുഴപ്പം. അയാളോട് ഞങ്ങൾ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് അയാൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഓഹോ, അത് കൊള്ളാം. ആട്ടെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ലല്ലിയും രാജനും തമ്മിൽ പരിചയപ്പെട്ട് അന്യോന്യം ഇഷ്ടപ്പെടാനുള്ള മാർഗം നിങ്ങൾ ഉണ്ടാക്കണം. ശരി. രാജന്റെ അഡ്രസ്